പരിചയമുള്ള കരീമിന്റെ കൂടെ യൂണിയന്റെ ഒരു പ്രസിഡന്റായി ഞാൻ സംഘടനയിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തായ സമയത്ത് ആ സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു വരികയാണ്. ഓനുള്ള ഒരുപാട് ഗുണങ്ങൾ, മരിച്ചാൽ നമ്മളെല്ലാവരും ഗുണങ്ങൾ പറയും. എനിക്ക് ഓനെ സംബന്ധിച്ച് ഓനൊരു ദോഷം ഇന്ന് വരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് എല്ലാവർക്കും ഉള്ളതല്ല. ഞാൻ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. എന്നെ മരിച്ചാൽ ചിലപ്പോൾ ഒരുപാട് ഗുണങ്ങൾ പറയും, എനിക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടാവും. പക്ഷെ കരീമിനെ സംബന്ധിച്ച് ഈ 20 വർഷത്തിലധികമായി സംഘടനാ രംഗത്തും തൊഴിലെടുക്കുന്ന രംഗത്തും അവരുടെ കൂടെ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് അറിയാം. 360 ദിവസം ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ്. 360 ദിവസം അത് ബോർഡിലെ ഹാജർ പട്ടിക നോക്കി അറിയാം. അങ്ങനെ ചിലപ്പോൾ കേരള സംസ്ഥാനത്ത് മുഴുവൻ ദിവസവും ജോലി ചെയ്യുന്ന ഏക ആളാകാനാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് കരീം മാത്രമായിരുന്നു. അപ്പൊ ഇന്നലെ അവന്റെ ഒരു ദിവസം ആരംഭം ബഹുമാനപ്പെട്ട തൊഴിലെടുത്തുകൊണ്ട് ഓന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഇന്നലെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം, 3-3:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം. രാവിലെ പല ലോഡ് ഇറക്കാനുണ്ടെങ്കിൽ അത് ഇറക്കി ഒരു ചെറിയൊരു സ്ഥാപനം ഉണ്ട് അവിടെ, ചെറിയൊരു കച്ചവട സ്ഥാപനം. ആ കച്ചവട സ്ഥാപനത്തിലേക്ക് രാവിലെ ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്ത് ഓന്റെ ജോലി രാവിലെ മുതൽ ഏകദേശം 9 മണിയൊക്കെ ആവും ചിലപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ. രാവിലെ 3-3:30 മണി 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ കയറി ചെല്ലുന്നത് രാത്രി 9 മണി 10 മണി. അതിന് അഡീഷണൽ ആയിട്ട് വല്ല പരിപാടിയും വന്നിട്ടുണ്ടെങ്കിൽ ആ പരിപാടിക്ക് അത് കുടി കെട്ടാനാണെങ്കിലും മാല കെട്ടാനാണെങ്കിലും എന്തൊരു ജോലിയാണെങ്കിലും ഓനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതാരില്ലെങ്കിലും ഓൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അപൂർവം ചിലരിൽ ഒരാളാണ്. അങ്ങനെ ഒരാളെ നമുക്ക് കാണാൻ കഴിയുന്നു. ഒപ്പം തന്നെ ഇവിടെ ഓന്റെ നാട്ടിൽ വലമ്പൂർക്കാരുണ്ട്. വലമ്പൂരും ഓന്റെ പരിപാടി അങ്ങനെയാണ്. അപ്പൊ പള്ളി ആയിക്കോട്ടെ, മദ്രസ ആയിക്കോട്ടെ, അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം ആയിക്കോട്ടെ, അതിന് മുന്നണി പോരാളിയായതിന്റെ ആദ്യ അവസാനം അതിന്റെ മുന്നിൽ നിന്ന് ഓനെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന സഹായങ്ങൾ സഹകരണങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് കരീം. എന്നാ അവന്റെ സ്വഭാവം ഒരാൾക്കും ഓനെ കുറിച്ച് കണ്ട് മറിച്ചൊരു അഭിപ്രായം പറയണ്ടാവും. സൈലന്റ് ആയിട്ട് ആരോടും ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു മോശപ്പെട്ട പ്രവർത്തനം ഓന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു 10-20 കൊല്ലത്തിലധികമായിട്ടുള്ള എൻ്റെ അനുഭവം. ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഞാൻ പ്രസിഡന്റും സെക്രട്ടറിയാണ്. അപ്പൊ എൻ്റെ ഒരു അനുഭവമാണ് ഈ പെരിന്തൽമണ്ണയിലെ ചുമട്ട് തൊഴിലാളി രംഗത്ത് ബോർഡ് അംഗം എന്ന നിലയിലും അതിന്റെ സെക്രട്ടറി എന്ന നിലയിലും ഇവിടുത്തെ സ്വന്തം തൊഴിലാളി യൂണിയന്റെ തൊഴിലാളികൾക്ക് അത് എന്തൊരു പ്രശ്നം വന്നാലും ഓനായിട്ട് ബന്ധപ്പെട്ടാൽ ഓൻ ആ സമയത്ത് അത് ഇടപെട്ടുകൊണ്ട് ആ സമയത്ത് തന്നെ എന്നെയും അറിയിപ്പിച്ച് ഞങ്ങൾ രണ്ടാളും തന്നെയാണ് ആ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ചെയ്യാറ്. എൻ്റെ ഒരു അനുഭവം, ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്തായ സമയമാണ്. ഞാൻ ഇപ്പനോട് എത്തി പറയുന്നത് ശരിയല്ലെങ്കിലും മാർക്കറ്റില് നമ്മുടെ ഇവിടുന്ന് മാർക്കറ്റില് CITന്റെ ഒരു തൊഴിലാളി നമ്മളെ തൊഴില് ഇങ്ങോട്ട് മാറി വരികയാണ്. ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്താണ്. ആ സമയത്ത് കരീമിനോട് പറയാൻ ഒരു സംഭവമുണ്ട്, ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല, വല്ല CITക്കാർ ഓനെ ഇറക്കാൻ അയക്കൂല, പണിക്ക് ഇറക്കാൻ അയക്കൂല, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഞാനും ഉസ്മാനും പുലർച്ചെ 4 മണിക്ക് ഞങ്ങൾ മാർക്കറ്റിൽ വരികയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്ന നമ്മളാ തൊഴിലാളി ഇറക്കിയവൻ പണിയെടുത്തു, പ്രയാസമൊന്നും ഇപ്പൊ പഴയ കാലം ഒന്നല്ല, അനീഫാക്കും അറിയാം, ആ പഴയ കാലം ഒന്നല്ലല്ലോ. ഓൻ ജോലി ചെയ്യുന്നു, ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല, ഓൻ്റെ സംഘടനാ പ്രവർത്തനത്തിനോടുള്ള ഒരു കൂറാണ്. അത് ഓനോട് ബന്ധപ്പെട്ട് അതിന് പരിഹാര മാർഗം എന്താണ് എന്നുള്ളത് ഓൻ മനസ്സിലാക്കി അതിൽ ഇടപെടിക്കേണ്ട ആളുകളെ ഇടപെടിച്ച് ആ സമയത്ത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ഒട്ടനവധി കാര്യങ്ങൾ. ഞാൻ ഒന്നുകൂടി പറയണം, മേലാറ്റൂര് CITന്റെ ഒരു തൊഴിലാളി, എനിക്കൊക്കെ അറിയോ എനിക്കറിയില്ല, ഒരു ആക്സിഡന്റ് ആയിട്ട്, അത് ഇവരെ മോശമാക്കി പറയണ്ടില്ല,
CIT മോശമാക്കി പറയുന്നത്, CIT മോശമാക്കി പറയേണ്ട ആവശ്യം നമുക്കില്ല. CIT തന്നെയാണ് കേരളത്തിൽ ചുമട്ട് രംഗത്തും തൊഴിലാളി രംഗത്തും നമ്പർ 1 ആയിട്ടുള്ള തൊഴിലാളി സംഘടന. ഒരു മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ കരീമിന്റെ ഗുണം പറയാണ്. ആ ആക്സിഡന്റ് ആയ CITന്റെ ഒരു തൊഴിലാളിക്ക് അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിക്കൊടുത്ത് അനിപ്പാക്ക് അറിയിക്കാറുണ്ട്. അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ബോർഡിൽ ബന്ധപ്പെട്ടുകൊണ്ട് വാങ്ങിക്കൊടുത്ത് ഇവരെ പിന്തുണ പോലെ ഇതുണ്ട്, സപ്പോർട്ട് ഉണ്ടായിരിക്കാം, ഓരോ ഇടപെട്ടിട്ടുണ്ടാവും. അപ്പോൾ വാങ്ങിക്കൊടുത്ത് കരീമാണ്. അങ്ങനെ തന്നെ കരിങ്കലത്താണെങ്കിൽ നമ്മൾ തൊഴിലാളി മരണപ്പെട്ടു. ഓനന്ന് ജോലിയിലല്ല ഓ മരണപ്പെട്ടു. CITക്കാരെ പണിയണം അവിടെ കരിങ്കലത്താണ്, ഓരോ പണിയണം. ഇവൻ ഹാജറില്ല. അതാ CITന്റെ ഇവരെ നേതാക്കളുടെ ഇടപെട്ട് ഓരോ സഹകരണത്തോടു കൂടി കരീം അതിന്റെ പിന്നാലെ കൂടി, ഇത് കരിങ്കലത്താണിക്ക് തൊഴിലാളികളോട് ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ പിന്നാലെ കൂടി ആ തൊഴിലാളിക്ക് കിട്ടേണ്ട അവകാശം മജീദിന്റെ ഇവരൊക്കെ പിന്തുണയോട് കൂടി ആ തൊഴിലാളിക്ക് കിട്ടേണ്ട അവകാശം, ക്ഷേമ ബോർഡിൽ നിന്ന് കിട്ടേണ്ട അവകാശ ആനുകൂല്യങ്ങൾ കൃത്യമായി വാങ്ങിക്കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ പെരിന്തൽമണ്ണയിലെ സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ ചുമട്ട് രംഗത്ത് തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും അവർക്ക് പ്രയാസം വരുമ്പോൾ, അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ആ സമയത്ത് അതിൽ ഇടപെടാനും അത് പരിഹരിച്ചു കൊടുക്കാനും മുന്നിൽ നിന്ന പെരിന്തൽമണ്ണയിലെ മണിയാക്കാക്ക് ശേഷം എനിക്ക് പറയാൻ കഴിയും, കൃത്യമായിട്ട് പറയാൻ കഴിയും. ഒരു കാലത്തോടെ മണിയാക്കിയിരുന്നു നമ്മുടെ STU രംഗത്ത് നേതൃത്വം കൊടുത്തിരുന്നു. ആ മണിയാക്കാക്ക് ശേഷം ഇത്ര ചുമട്ട് തൊഴിലാളികളുടെ അവരുടെ തൊഴിൽ മേഖലയിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ അവകാശ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സൈലന്റ് ആയിട്ട് ഒരാളോട് ഒരു വാക്കുകൊണ്ട്, പനിപ്പാക്കൊക്കെ അറിയാം, ഇവിടുത്തെ കൂലി ചർച്ചകൾ നടക്കുമ്പോഴാണ് പങ്കെടുക്കാറ്. ഓനാണ് STUവിനെ പ്രതിനിധീകരിച്ച് എല്ലാ കൂലി ചർച്ചയിലും പങ്കെടുക്കാറ്. ഓരോ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സൈലന്റ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അത് വാങ്ങിക്കൊടുക്കാൻ, അത് വാക്കുകൊണ്ട്, അത് പിന്നെ വ്യാപാരികളായിക്കോട്ടെ മറ്റ് തൊഴിലുടമകളായിക്കോട്ടെ അതിനെക്കൊണ്ട് മുഷിപ്പില്ലാതെ തൊഴിലാളികളുടെ അവകാശങ്ങൾ വാങ്ങിയെടുക്കാനുള്ള ഒരു കഴിവ് കൊണ്ടുണ്ടായിരുന്നു. ഞാൻ ദീർഘിച്ച് പറയല്ല, ഒരുപാട് നേതാക്കൾ ഇവിടെ പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഏതായാലും എന്നെ സംബന്ധിച്ചത് ഇവിടുത്തെ ചുമട്ടിന്റെ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ആ മേഖലയിൽ വലിയ പ്രയാസം സ്വതന്ത്ര തൊഴിലാളി യൂണിയന് ഞാൻ കാണുകയാണ്. കാരണം ഞാനൊരു പ്രസിഡന്റിന്റെ പണി മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നോടൊരു പലപ്പോഴും പറയും ബോർഡംഗാവണം. സംഘടന പറച്ചിലുണ്ട്, മജീദൊക്കെ ചിലപ്പോൾ അതറിയില്ലേക്കാരാണ്. അപ്പൊ എനിക്ക് എന്റെ 100 കൂട്ടം തരത്തിന്റെ അടിയിൽ ബോർഡിട്ട് അംഗത്വം കൂടി ഏറ്റെടുത്ത ഈ തൊഴിലാളികളുടെ പ്രശ്നം വരുമ്പോൾ എനിക്ക് അതിൽ ഇടപെടാൻ സമയം കിട്ടാത്ത സാഹചര്യം ഉണ്ട്. അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ കരീമിനെ തന്നെ അതിന്റെ ഈ കാലയളവിലൊക്കെ നമ്മളത് ആ ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിച്ചത്. ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് അത് ശരിയാണ് എന്നുള്ളത് അവരുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇരിക്കുന്ന തൊഴിലാളികൾക്കൊന്നും ഒരു പ്രയാസവും അവനെ കൊണ്ട് ഉണ്ടായിട്ടില്ല, ഗുണമല്ലാതെ. ഏതായാലും അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പെരിന്തൽമണ്ണയിലെ ചുമട്ട് തൊഴിലാളി രംഗത്ത് നമുക്ക് നല്ലൊരു നേതാവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എനിക്കറിയാം, വലിയൊരു കുടുംബമാണ്. ആ കുടുംബത്തിന് രാപ്പകലില്ലാതെ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബം തന്നെയാണ് വേണ്ടത്. ഓന്റെ കഠിനാധ്വാനം കൊണ്ടാണ് ചെറിയ ഒരു മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് ഓനെത്തിയത്. ഓന്റെ രാപ്പകലില്ലാതെ വിശ്രമമില്ലാത്ത തൊഴിലെടുത്തുകൊണ്ടാണ് ഒരു മാന്യമായ ജീവിതം നയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. കുട്ടികളൊക്കെ ഒന്ന് വളർന്നു വന്ന് കേട് കഴിഞ്ഞ് ഒരാൾ ഗൾഫ് പോയി ജോലിയൊക്കെ ആയി ഒന്നും ശരിയായി വരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഓന്റെ മരണം നമ്മളെ മുന്നിലേക്ക് വന്നത്, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. വലിയ പ്രയാസകരമായ ഒരു സാഹചര്യം. ഉസ്മാൻ സൂചിപ്പിച്ചതുപോലെ ആ കുടുംബത്തിന് ക്ഷമയും ഇത് അല്ലാഹു നൽകുമാറാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത്. അവന്റെ കബറിടം സ്വർഗീയമാക്കി കൊടുക്കുമാറാകണം. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒട്ടനവധി ആളുകൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട എല്ലാ STUവിന്റെ സെക്രട്ടറിയും ചുമട്ട് തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ ഉണ്ട്.
ആദ്യമായി സംസാരിക്കുന്നതിന് വേണ്ടി നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുസലാമിനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ ചടങ്ങിലെ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിച്ചു.